35-ാം സങ്കീർത്തനം 12-ാം വാക്യം ഒന്ന് വായിക്കാം. 12-ാം വാക്യം. അവൻ എനിക്ക് നന്മയ്ക്ക് പകരം തിന്മ ചെയ്ത് എന്റെ പ്രാണന് അനാഥത്വം വരുത്തുന്നു. 17 കൂടെ വായിക്കേ. കർത്താവെ, നീ എത്രത്തോളം നോക്കിക്കൊണ്ടിരിക്കും? കർത്താവെ, നീ എത്രത്തോളം നോക്കിക്കൊണ്ടിരിക്കും? അവരുടെ നാശത്തിൽ നിന്ന് എന്റെ പ്രാണനെയും അവരുടെ നാശത്തിൽ നിന്ന് എന്റെ പ്രാണനെയും ബാലസിംഹങ്ങളുടെ വശത്തു നിന്ന് എന്റെ ജീവനെയും വിടുവിക്കണമേ. നല്ലൊരു വാക്യമാണ്. അല്ല, എന്നെ സ്ട്രൈക്ക് ചെയ്ത വാക്യം, കർത്താവെ നീ എത്രത്തോളം നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും, അല്ലേ? അത് ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത്, നീ എത്രത്തോളം ഇങ്ങനെ സൈലന്റ് ആയിട്ട് മിണ്ടാതിരിക്കും. ഈ കേസൊക്കെ കണ്ടിട്ട് നീ ഇടപെടാതെ മൈൻഡ് ചെയ്യാതെ എത്രത്തോളം നീ ഇരിക്കും. നല്ലൊരു വാക്യമാണ്, അല്ലേ? നമ്മൾ 100 പ്രാവശ്യം കർത്താവിൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യമാണിത്. കർത്താവെ, എന്താ നീ മിണ്ടാത്തത്? ദാവീദിന്റെ സകല നമ്പറുകളും നമുക്ക് ആ ചാപ്റ്ററിൽ കാണാം. എന്ന് പറഞ്ഞാൽ ആദ്യം ദൈവത്തെ ഒന്ന് പൊക്കുകയാണ്. കർത്താവെ, നീ അല്ലാതെ എനിക്ക് ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ. നമ്മൾ തള്ളുന്ന അതേ തള്ളുകൾ തന്നെയാണ് ദാവീദും തള്ളിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നീയാണ് എൻ്റെ സർവ്വവും. ഇതിന്റെ നടുക്ക് വന്നിട്ടാണ് ഇതിന്റെ സംഭവം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളി പറയുന്നത്, ഞാൻ നിനക്ക് എന്തൊക്കെ ചെയ്യുമെന്നറിയാമോ? ഞാൻ ഒരുപാട് കാര്യം നിനക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. ഞാനത് ചെയ്യും, ഇത് ചെയ്യും, ഫാൻ വാങ്ങിച്ചു തരും, പിന്നെ നിനക്ക് വേണ്ടി എന്തെല്ലോ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോകുന്നറിയാമോ? പക്ഷെ എന്ത് ചെയ്യണം? എൻ്റെ ഇപ്പോഴത്തെ കേസിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി തരണം. ചാപ്റ്റർ മൊത്തം വായിച്ചാലേ നമുക്ക് അതിന്റെ രസം മനസ്സിലാവുള്ളൂ. ദാവീദും നമ്മളും തമ്മിൽ ഈ മേഖല നോക്കുമ്പോൾ വലിയ വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചതുപോലെ കർത്താവെ ഇപ്പോ ആപ്പെന്റെ കയ്യിലിരിക്കുകയാണ്. പിടിയിട്ട് കാണും, എന്നെ തടിയുടെ എന്ന് വിടുവിക്കണം. ഈ പിടി വിട്ടു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. പക്ഷെ ഇപ്പോ ഞാൻ ആ പൂരിയ കുരങ്ങനെ പോലെയാണ്. പിടിയിട്ടില്ലേ? അറിയാമോ? അറിയത്തില്ല. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊന്നും ഇതൊന്നുമില്ല. മരമണ്ട മല്ലൻ എന്തെല്ലാം പഠിക്കുന്നത്. ഇതൊക്കെ പഠിച്ചില്ലേ നമ്മൾ വലിയ സംഭവമായത്. നിനക്കറിയാം ഇതുമല്ലോ? ആണ്ട, മലയാളത്തിൽ പഠിക്കണം, ഇംഗ്ലീഷിൽ ഇതൊന്നുമില്ല. അപ്പൊ ഈ പണ്ട് തടി അറക്കുന്നത്, തടി ഇങ്ങനെ ഒരു ഇതുപോലെ പൊക്കമുള്ളൊരു സാധനം വെച്ചിട്ട് അതിന്റെ പുറത്ത് തടി ഇങ്ങനെ വെച്ചിട്ട് 2 പേരിരുന്നാണ് തടി അറക്കുന്നത്. ഇപ്പൊ വട്ടവാളിൽ ഇങ്ങനെ അറുത്താൽ മതി. പണ്ട് ഒരാൾ മേളിൽ നിൽക്കും, ഒരാൾ കീഴെ ഇരിക്കും. എന്നിട്ട് മേളിൽ ഇരിക്കുന്ന ആൾ വാൾ ഇങ്ങനെ വിട്ടുകൊടുക്കും, താഴെ ഇരിക്കുന്ന ആൾ താഴെ ഇങ്ങനെ വലിക്കും. മനസ്സിലായോ? മേളിൽ അയാൾ അങ്ങോട്ട് വലിക്കും, ഇതെടുത്ത് താഴോട്ട് വലിക്കും. ഇങ്ങനെ വലിച്ചാണ് ഈ തടി കീറിയെടുക്കുന്നത്. അപ്പൊ ഈ കീറുമ്പോൾ വാള് സ്പീഡിന് പോകാൻ വേണ്ടിയിട്ട് അവര് കുറെ ദൂരം കീറി കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ആപ്പ് വയ്ക്കുമ്പോൾ ഈ കീറുന്നതിനിടയ്ക്ക് വാള് മുറുകുകയല്ല, ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടും. അപ്പൊ പിന്നെ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ വലിക്കാനും അറക്കാനും എളുപ്പമാണ്. മനസ്സിലായോ? പിടി കിട്ടിയോ? അപ്പൊ അതിലിങ്ങനെ ഒരു ആപ്പ് വയ്ക്കും. അപ്പൊ ആപ്പ് വയ്ക്കുന്നതനുസരിച്ച് ഇതിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായോ? ഇവർക്ക് അറുത്ത് പോകാൻ എളുപ്പമാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ പണിക്കാര് അറുത്ത് പകുതി ദൂരം അറുത്ത ആപ്പൊക്കെ വെച്ചിട്ട് അവര് ഫുഡ് കഴിക്കാൻ പോയി. അപ്പൊ നമ്മുടെ കുരങ്ങന്മാർ കളിക്കാൻ വേണ്ടി വന്നു. അവര് കളിക്കാൻ വന്ന് വാളിലൊക്കെ തൊട്ട് നോക്കി. പിന്നെ അവർക്ക് അറക്കാനൊന്നും അറിയാലല്ലോ. ഏതായാലും അവരിങ്ങനെ നോക്കി വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ തടിയുടെ പുറത്തിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അപ്പൊ അതൊക്കെ ചുമ്മാ ആപ്പിരിക്കുകയാണ്. അപ്പൊ അവരിങ്ങനെ അനക്കിയൊക്കെ നോക്കി, അനങ്ങുന്നില്ല. പിന്നെ അവരിങ്ങനെ അനക്കിയൊക്കെ നോക്കി. പിന്നെ ഇങ്ങനെ ഒരു പരുവത്തിന് അവരിതിനെ ഈ ഊരി ആപ്പ് കയ്യിൽ വന്നു. പക്ഷേ ആപ്പ് കയ്യിൽ വന്നപ്പോ ഈ തടിയുടെ ഗ്യാപ്പിന്റെ ഇടയിൽ അവരുടെ വാലായി പോയി. ഇനി ആപ്പ് വച്ചാല് വാലിളക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ ഇവിടെ ദാവീദിന്റെ കേസിൽ ആപ്പ് കയ്യിലായിപ്പോയി, വാലിടയിലായിപ്പോയി. ആരെങ്കിലും ആപ്പ് വെച്ചാലേ ഈ വാലിളക്കാനൊക്കെ ഉള്ളൂ. അത് വന്നപ്പോ ദാവീദ് പറയാണ്, കർത്താവെ, നീ തന്നെ എന്നെ രക്ഷപ്പെടുത്തണം, വേറെ ആരും വരണ്ട. ഇതിന്ന് ഊരി എന്നെ പുറത്തിറക്കിയാൽ ഞാൻ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഇതിന്റെ ഫുൾ പോർഷൻ വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഈ ആപ്പും കയ്യിൽ വെച്ചുകൊണ്ട് പുള്ളി ഒരുപാട് കരയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. കർത്താവേ, ഇപ്പൊ ഇറങ്ങി വരണമേ. ഇനി 1-2 വാക്യം വായിച്ചു നോക്കിയേ, പെട്ടെന്ന് വായിക്കേ. യഹോവേ, എന്നോട് വാദിക്കുന്നവരോട് നീ വാദിക്കണം. ആരാ വാദിക്കുന്നത്? 2 തടിപ്പീസാണ് വാദിക്കുന്നത്. നീ എന്നോട് വാദിക്കണം കർത്താവേ. ഇപ്പൊ അങ്ങ് മാനസാന്തരപ്പെട്ടു കേട്ടോ. കണ്ണി കൂടെ പൊന്നീച്ചൊക്കെ പറഞ്ഞ്, കാരണം പരുവക്കെട്ടിലിരിക്കുകയാണ്. അപ്പൊ ആര് കരഞ്ഞു അല്ലേ? ഭയങ്കര കരച്ചിലായി, പ്രാർത്ഥനയായി, ആകെ പ്രയാസമായി.
കർത്താവേ, എന്നോട് വാദിക്കുന്നവരോട് നീ വാദിക്കണം, എന്നോട് പൊരുതുന്നവരോട് നീ പൊരുതണം. കണ്ടോ? ഇനി നീ പലകയും പരിചയം പിടിച്ച്, നീയാണ് എന്റെ പലക, നീയാണ് എന്റെ പരിചയം, ഇതെല്ലാം കൂടെ പിടിച്ച് സഹായത്തിനായി ഓടി വരണം നീ. കർത്താവെ, ഒരു തുണ്ട് ആപ്പം കൊണ്ട് നീ ഓടി വരണം. ആപ്പ് വേണമെങ്കിൽ ഞാൻ തരാം, പക്ഷെ ഇതിനെ നീ ഇതിനിടെ വെക്കണം. അല്ലേ? മിക്കവാറും എനിക്ക് തോന്നുന്നു ഇത് ഇറിയതിന്റെ വേദനയിൽ ആപ്പ് കയ്യിൽ നിന്ന് താഴെ വയ്ക്കാണ്. അല്ലേ? ആപ്പ് താഴെ പോയാ പോയി. അല്ലേ? വലിയ ആൾക്കാർ ചിരിക്കുന്നത് വേറെ കാര്യത്തിലാണ്. നിങ്ങൾ ദുരിതത്തിലാണ് ചിരിക്കുന്നത്. സ്തോത്രം. Let's come back. അല്ലേ? അടുത്ത് വായിക്കാം. നീ കുന്തം ഊരി എന്നെ പിന്തുടരുന്നവരെ, നിന്റെ കുന്തം ഊരി എന്നെ പിന്തുടരുന്നവരുടെ വഴി നീ അടക്കണം. ഇയാളുടെ ഡിമാൻഡാ. നീ എന്നെ സഹായിക്കണം, നീ തന്നെ സഹായിക്കണം. നിന്റെ കുന്തം ഊരി എന്നെ പിന്തുടരുന്നവരുടെ വഴി നീ അടക്കണം. അടുത്ത, ഞാൻ നിന്റെ രക്ഷയാകുന്നു എന്ന് എന്റെ പ്രാണനോട് നീ എന്റെ അടുത്ത് പറയണം. കർത്താവേ, ഞാൻ നിന്നെ സഹായിക്കാന്ന് നീ എന്റെ അടുത്ത് പറയണം, എന്നാലേ എനിക്ക് സമാനമുള്ളൂ. പക്ഷെ കർത്താവ് പറയൂല, അതാണ് പ്രശ്നം. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കർത്താവിനെ സൂചിപ്പിച്ചിട്ടും കർത്താവ് അനങ്ങുന്നില്ല. അപ്പൊ പിന്നെ ചോദിക്കുകയാണ്, കർത്താവെ, നീ എത്രത്തോളം ഇങ്ങനെ ഇരിക്കും? അല്ലേ? ഈ എത്രത്തോളം എന്ന വാക്ക് ഞാൻ പണ്ടൊരിക്കൽ പ്രസംഗിച്ചിട്ടുണ്ട്, നിങ്ങൾ ഓർക്കും, മറന്നാണ്, ഓർമ്മേണ്ട? എവിടെ? അല്ല, സദൃശവാക്യം 1:22. സദൃശവാക്യം 1:22. ബുദ്ധിഹീനരെ നിങ്ങൾ ബുദ്ധിഹീനതയിൽ രസിക്കുകയും പാപികളെ നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കുകയും ഭോഷന്മാരെ നിങ്ങൾ ജ്ഞാനത്തെ വെറുക്കുകയും ചെയ്യുന്നത് എത്രത്തോളം? ഹൗ ലോങ്? ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഈ ചോദ്യം ചോദിക്കുന്നത് കർത്താവാണ്, മറ്റേ ചോദ്യം ചോദിക്കുന്നത് നമ്മളാണ്. നമ്മൾ കർത്താവിനോട് ചോദിക്കുക, കർത്താവെ, എത്രത്തോളം നീ മൈൻഡ് ചെയ്യാതിരിക്കും? കർത്താവ് തിരിച്ചു ചോദിക്കുക, എത്രത്തോളം നീ ഈ പോക്ക് പോവും? ആപ്പിൽ പിടിച്ച് കളിക്കുമ്പോൾ കർത്താവ് പറയാണ് കളിക്കരുത്. ഇതിന്റെ മണ്ടേ കയറി വാളിന്റെ മേളിൽ കൂടെയൊക്കെ മറിയുമ്പോഴേ കർത്താവ് പറയാണ് കയറരുത്. അപ്പോൾ നമ്മൾ ഈ മേളിൽ നിൽക്കുന്നതിന്റെ സന്തോഷമാണ്, കർത്താവ് താഴെ നിൽക്കുകയല്ലേ. അപ്പൊ നമ്മൾ മേളിൽ നിന്ന് ഇങ്ങനെ തുള്ളിച്ചാടി കളിക്കുകയാണ്. അപ്പോഴേ കർത്താവ് പറയാണ്, നീ ബുദ്ധിഹീനതയിൽ കളിക്കരുത്, നീ വാളിൽ പിടിച്ച് പരിഹസിക്കരുത്, ആപ്പിൽ തട്ടരുത്. ഇതൊക്കെ പറഞ്ഞപ്പോ നീ ഓടെ എന്നുള്ള മട്ടിന് കളിക്കുകയാണ്. അവസാനം വാലിറങ്ങി കഴിഞ്ഞപ്പോ, കർത്താവെ, നീ എത്രത്തോളം? അപ്പൊ കർത്താവ് താഴെ കസേരയിട്ട് ചിരിക്കുകയാണ്. കാരണം ഇതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. അതാണ് സദൃശ്യവാക്യം. സദൃശ്യവാക്യത്തിൽ കർത്താവ് ചോദിക്കുക, ബുദ്ധിഹീനരെ നിങ്ങൾ ബുദ്ധിഹീനതയിൽ രസിക്കുകയും പരിഹാസികളെ നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കുകയും ഭോഷന്മാരെ നിങ്ങൾ പരിജ്ഞാനത്തെ വെറുക്കുകയും ചെയ്യുന്നത് എത്രത്തോളം? ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റിൽ ചോദിക്കുന്നത്, ഹൗ ലോങ് വിൽ യു ബി ലൈക്ക് ദിസ്? നിങ്ങൾ എത്രത്തോളം ഈ പോക പോകും? അപ്പൊ രണ്ടും കൂടെ മാച്ച് ചെയ്ത് ചോദിക്കുക. ഒരിടത്ത് കർത്താവ് ചോദിക്കുക, നിങ്ങൾ എത്രത്തോളം ഈ പോക്ക് പോകും? ഒരിടത്ത് നമ്മൾ ചോദിക്കുക, കർത്താവ്, നീ എന്താ മൈൻഡ് ചെയ്യാതെ? നീ ഇത് എത്രത്തോളം മൈൻഡ് ചെയ്യാതിരിക്കും? കർത്താവ് എത്രത്തോളം മൈൻഡ് ചെയ്യാതിരിക്കും? നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നത് വരെ കർത്താവ് മൈൻഡ് ചെയ്യാതിരിക്കും. കർത്താവ് ആദ്യം എഴുതിക്കുമെന്ന് നമ്മൾ ആരും സ്വപ്നത്തിൽ വിചാരിക്കണ്ട. കർത്താവ് പറഞ്ഞാൽ എന്നോട് അടുത്ത് വരും, ഞാൻ അങ്ങോട്ട് വരാന്നാ. അല്ലാതെ നില്ലേ, ഞാൻ വരാമേ, വെയിറ്റ് ചെയ്യേ, അങ്ങനല്ല. എന്നോട് അടുത്ത് പോവാൻ ഞാൻ അങ്ങോട്ട് വരാം. നമ്മൾ 2 മുഴം നടന്നാൽ കർത്താവ് 2 കിലോമീറ്റർ നടക്കും. പക്ഷെ 2 മുഴം നമ്മൾ നടക്കണം. മുടിയംപുത്രനെ കണ്ടില്ലേ? കേസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. മുടിയംപുത്രനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. മനസ്സിലുണ്ടോ? മുടിയപുത്ര പന്നിക്കൂട്ടി വേണമെങ്കിൽ ഇങ്ങേർക്ക് വണ്ടി പിടിച്ചു പോവാം. എൻ്റെ മോനെ കാണാനില്ലെന്നും പറഞ്ഞ് കേസും കൊടുത്തിട്ട് ഇങ്ങേർക്ക് പന്നിക്കൂട്ടി ചെന്ന് പിടിച്ചോണ്ട് വരാം. അവിടെ പിടിക്കാൻ പോയി അവൻ തിരിച്ചു വന്ന് എന്തെല്ലാം പറയുമായിരുന്നു അറിയാമോ? ഞാൻ അവിടെ സുഖമായിട്ട് കഴിഞ്ഞതാണ്, എനിക്ക് കൂട്ടുകാർ പന്നികളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാ നമ്പരും പറഞ്ഞേനെ. പക്ഷെ അവൻ തിരിച്ചു വരുമ്പോഴാണ് അപ്പനടിച്ച് ഓടുകയാണ്. മറ്റവൻ ഓടിയെന്ന് പറയുന്നില്ല, അവൻ നടന്നു വന്നതേ ഉള്ളൂ. അപ്പൻ ഓടുകയാണ്. കണ്ടാ, ഇതാണ് പ്രശ്നം. അപ്പൊ എത്രത്തോളം എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താ ഈ ചാപ്റ്ററിന്റെ സം ആൻഡ് സബ്സ്റ്റൻസ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ദാവീദിന് കുറെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇവരിലെല്ലാവരിലും ആശ്രയിച്ചിരിക്കുകയായിരുന്നു. ഇവര് തന്നെ ഇവന് പണി കൊടുത്തു. മനസ്സിലായോ? ദാവീദ് ആരിലൊക്കെ വിശ്വസിച്ചിരുന്നുവോ അവർ ദാവീദിന് പണിതു. അതാ ദാവീദ് ചാപ്റ്ററിനകത്ത് പറയുന്നത്, കർത്താവേ, ഇനി ഞാൻ ആരുടെ അടുത്തും പോകില്ല. ഇതല്ലേ കർത്താവ് ആദ്യം പറഞ്ഞു. നമ്മളെല്ലാം കെട്ടി നമ്മളിങ്ങനെ അടിയും കൊണ്ട് പുളിയും കുടിച്ച് കരവും അടച്ചതിന് ശേഷം നമ്മൾ മാനസാന്തരപ്പെടും.
ഇതൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? നമുക്ക് വായിച്ച് പഠിക്കാനാ. ശലോമോൻ പറയാ, എന്റെ കണ്ണിനെ കണ്ട ഒന്നും ഞാൻ വേണ്ടെന്ന് വെച്ചില്ല എന്ന് പറഞ്ഞാൽ ചെടിച്ചട്ടി വാങ്ങണമെന്ന് ചെടിച്ചട്ടി വാങ്ങിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു പൂന്തോട്ടം പണിയാം, അങ്ങനെ പൂന്തോട്ടം പണിതു. പൂന്തോട്ടം പണിതപ്പോൾ ഞാൻ വിചാരിച്ചു ഫലവൃക്ഷം വയ്ക്കാം, അങ്ങനെ ഫലവൃക്ഷം വെച്ചു. അല്ലേ? അപ്പോഴും മനസ്സിലായി എനിക്കത് നനയ്ക്കാൻ വേണ്ടി ഇത് കുളം വേണം, കുളങ്ങൾ ഒഴിച്ചു. ഇതിന്റെ ഫ്രൂട്ട്സ് ഒക്കെ തിന്ന് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി കല്യാണം കഴിക്കണം, അങ്ങനെ കല്യാണം കഴിച്ചു. ഒരെണ്ണം കഴിച്ചപ്പോൾ തോന്നി 300 കഴിക്കണം, അങ്ങനെ കഴിച്ചു. അങ്ങനെ 300 കഴിച്ചു. പിന്നെ പേപ്പറിൽ ഒരുപാട് ആക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു 700 അല്ലാതെ കഴിച്ചു. അങ്ങനെ 1000 നമ്മളൊന്നും ഇങ്ങനെയൊന്നും കഴിക്കാല ഇല്ലേ? എന്താ കാര്യം? കഴിച്ചാൽ പോലീസ് പിടിച്ചോണ്ട് പോകും ഇല്ലേ? അതോ ഡീസൻ്റ് ആയതുകൊണ്ടാണോ ശശിങ്ങളെ? അല്ല. ശലോമോൻ എല്ലാം ചെയ്തിട്ട് ലാസ്റ്റിൽ പറയാ, എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്ത് മനസ്സിലായി? എല്ലാം മായയാണ്, ഒരു ചുക്കുമില്ല. അതിന് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഇതെല്ലാം നല്ലതാണ്, പക്ഷേ എല്ലാം ആസ്വദിച്ചയാൾ, സമ്പത്തൊക്കെ ഇഷ്ടം പോലെ ആസ്വദിച്ച ആൾ പറയാണ്, ഇതിലൊന്നും ഒരു കഥയില്ല, മായയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട? കൂടുതൽ ഇടന്ന് റിസ്ക് എടുത്ത് ഈ മായയെ പിടിക്കാൻ കിടന്ന് ഓടണ്ട. നമ്മുടെ പിള്ളേർ മറ്റേ സോപ്പ് പതയിൽ ഉരുട്ടിയ ബോൾ പിടിക്കാൻ ഓടുന്ന പോലെ നമ്മളിങ്ങനെ ഊതി വിട്ടു കൊടുക്കുമ്പോൾ പിള്ളേർ ഓടും. നമ്മൾ ഇതുപോലെയാണ് ഓടുന്നത് അല്ലേ? കുത്തിപ്പിടിച്ച് ഐഎൽസ് ഒക്കെ പഠിക്കുകയാണ്. പാസ്റ്ററെ പ്രാർത്ഥിക്കണം. എന്തിനാണ്? ഇത് പിടിക്കാൻ വേണ്ടി. ഇതിലൊന്നുമില്ലെന്ന് പിടിച്ചേ പറ്റൂ. നിങ്ങൾ ആലോചിക്കേ, സോപ്പിന്റെ ഉണ്ട പിടിക്കാൻ പോകുന്ന, പതയുടെ ഉണ്ട പിടിക്കാൻ പോകുന്ന ആ കുഞ്ഞിനെന്ന് ചിന്തിച്ച് നോക്കിയേ. ഇതുപോലാണ് നമ്മൾ ഓടുന്നത്. എന്നിട്ട് നമ്മൾ കർത്താവിനെ വിളിക്കുക നമ്മളെ കൂടെ വരാൻ. നിങ്ങൾ ആലോചിക്കുക, എൻ്റെ മോള് ഇപ്പോൾ അവള് പിടിക്കാൻ പോവുകയല്ല, കൊച്ചിലെ അവള് ഉണ്ട പിടിക്കാൻ പോവാ, എന്നെ കൂടെ വിളിക്കുക, വാ ഓടിയാ പിടിക്കാന്ന് പറഞ്ഞാൽ ഒരല്പം ബോധമുള്ളതും പോവുകയല്ല അല്ലേ? നമ്മൾ ഓടുന്നെങ്കിൽ വേറൊരു ഉദ്ദേശമാണ്. എന്തിനാണ് ഓടുന്നത്? കൊച്ചിനെ പിടിക്കാൻ. റൈറ്റ്, നമ്മൾ ഓടുന്ന കൊച്ചിനെ പിടിക്കാനാണ്, അല്ലാതെ കൊച്ചിന് ഉണ്ട പിടിച്ചു കൊടുക്കാനല്ല. നമുക്കറിയാം ആ സാധനം പിടിക്കാൻ പൊട്ടി പോകുന്നു. സ്തോത്രം. എത്ര മനോഹരം എന്ന് ആലോചിക്കുക. അതാ പറയുന്നത്, നമ്മുടെ ആഗ്രഹവും നമ്മുടെ ചിന്തയല്ല കർത്താവിന്റെ ചിന്ത. ഇത് രണ്ടും തമ്മിൽ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ഉയർന്നിരിക്കുകയാണ്. ഭയങ്കര വ്യത്യാസമാണ്. സ്തോത്രം. ഇവിടെ ദാവീദ് ഈ മിടുക്കന്മാരുടെ പുറകെ നടന്നു. താഴോട്ട് വായിക്കുമ്പോ ഒന്ന് വായിക്കേ, 2 വാക്യം സ്പീഡിൽ വായിച്ചു വിട്ടേരെ, സമയമില്ല. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജയും അപമാനവും വരട്ടെ. എനിക്ക് അനർത്ഥം ചിന്തിക്കുന്നവർ പിന്തിരിഞ്ഞ് പ്രാർത്ഥിച്ചളയരുത്. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ അവർക്ക് ലജ്ജയും അപമാനവും വരട്ടെ. ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കരുത് കേട്ടോ. ഇത് പഴയ നിയമത്തിലെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നമ്മളെടുത്ത് അടിച്ചളയരുത്. ഇത് പഴയ നിയമത്തിലെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ന്യായപ്രമാണ പ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, എന്നെ ഉപദ്രവിക്കുന്നവന്റെ തലയിൽ തേങ്ങ വീഴട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കരുത്. അവനോട് ക്ഷമിക്കാൻ പ്രാർത്ഥിക്കാനേ നമുക്ക് വകുപ്പുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് ഈ സാധനം എടുത്ത് അതുപോലെ വായിച്ചു കളയരുത്. ഇത് വായിക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഇച്ചിരി കൃപ, ഇച്ചിരി സ്നേഹം, ഇച്ചിരി ദയ, ഇതൊക്കെ കൂടെ മിക്സ് ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? കാരണം പഴയ നിയമത്തിൽ ഈ സാധനമൊന്നും ഇല്ല. പഴയ നിയമത്തിൽ ലോ മാത്രം. അതിലിങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡാണത്. അങ്ങനെ തിന്നാനും പറ്റില്ല. ആ സാധനം നമ്മൾ കൊണ്ട് നിന്ന് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്യുമ്പോൾ ഈ സാധനങ്ങൾ ചേർക്കണം. ഈ സാധനം ചേർക്കുമ്പോൾ നമുക്ക് അതുപോലെ വായിക്കാൻ പറ്റൂല. മനസ്സിലായോ? എനിക്ക് അനർത്ഥം ചിന്തിക്കുന്നവർ പിന്തിരിഞ്ഞ് നാണിച്ചു പോട്ടെ. പിന്തിരിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല. ഓക്കെ, അടുത്ത വാക്യം. അവർ കാറ്റിന് മുമ്പിലെ പതറി പോലെ ആകട്ടെ, യഹോവയുടെ ദൂതൻ അവരെ ഓടിക്കട്ടെ. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് അറിയില്ല. എന്നാലും അതിനൊരു ഭയമുണ്ട്. എന്നെ ഉപദ്രവിക്കാതെ ഓടിച്ചു കളയാൻ പറയുന്നത് നമുക്ക് ആ കണക്കിന് അതിനെ എടുക്കാം. വായിക്കേ. അവരുടെ വഴി ഇരുട്ടും വഴുവഴുപ്പുമാകട്ടെ. അത് പ്രാർത്ഥിക്കരുത്. ശത്രു വീണ് ചത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. നമുക്ക് ഈ വാക്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ആനന്ദമൊക്കെ ഇങ്ങനെ വന്ന് കയറി നമ്മൾ ആത്മാവിലായി പോകും പെട്ടെന്ന്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളൊരു കാര്യം അറിയണം, ഇതേ വാക്യം മറ്റവനും വായിക്കും. അപ്പൊ അവന്റെ ശത്രു നമ്മളാണ്. അയാളും ആത്മാവിലാവും. ഇതിന്റെ നടുക്ക് പിശാചിരുന്ന് ചിരിച്ചോണ്ടിരിക്കുക. 2 ആത്മാവിലാവ്. 2 സ്വർഗത്തിൽ പോവില്ല, അവന്റെ കൂടെ നരകത്തിൽ ചെല്ലും. കിട്ടിയ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പിശാചിനെ നമ്മൾ തോൽപ്പിക്കണം. പിശാചിന്റെ ആഗ്രഹം നമ്മൾ ഇതുപോലെ പ്രാർത്ഥിക്കാനാണ്. അല്ലേ? നമ്മുടെ ശത്രു IPC പള്ളിയിരിക്കുകയാണ്. അവന്റെ ശത്രു ചർച്ചക്കോളിലിരിക്കുകയാണ്. അവൻ അവിടെ സാക്ഷി പറയാണ്, അവൻ എന്റെ അതിര് തോണ്ടിയെന്ന്. ഇവൻ ഇവിടെ സാക്ഷി പറയാണ്. ഇവനെ 2 അടിച്ചു ഒതുക്കുകയാണ് പാസ്റ്ററുടെ ജോലി. ഇവൻ എന്നെ സെറ്റ് ചെയ്യണം. അല്ല 2 പേർക്ക് പ്രാർത്ഥിച്ചു കൊടുത്തിട്ട് 500 രൂപ വെച്ച് വാങ്ങിക്കുകയല്ല ജോലി. കിട്ടുന്നുണ്ടോ? സ്വതന്ത്രം. അങ്ങനെ പ്രശ്നം സെറ്റിൽ ചെയ്യാൻ അല്ല നമ്മൾ പ്രാർത്ഥിച്ച് വെള്ളം തരാൻ കൊണ്ടുവന്ന് അതിലൊഴിക്കുക, അവൻ ചത്തുപോട്ടെ. അപ്പൊ മറ്റങ്ങേര് പ്രാർത്ഥിച്ച് ഉപ്പ് കൊടുത്തിരിക്കുകയാണ് ഇവന്റെ തലയിൽ പിടിയാൻ.
പിശാച് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. എനിക്കൊരു പണിയുമില്ല, എല്ലാം പാസ്റ്റർമാരും കമ്മിറ്റിക്കാരും ഇവരും ചേർന്ന് അങ്ങ് ചെയ്യാണ്. വാസ്തവത്തിൽ പിശാചിനവിടെ വരിക പോലും വേണ്ട, പിശാചിനവിടെ റോളേ ഇല്ല. പിശാച് വന്ന പിശാച് നാണം കിടും. വില്ലന്മാരാണ് ഇവിടെ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു DGP IG ഒക്കെ നിൽക്കുന്നിടത്തേക്ക് സാധാ പോലീസുകാരൻ വന്നിട്ട് എന്ത് ചെയ്യാൻ? പിശാച് വന്നാൽ പറയും എന്നിലും ബലമേറിയവർ അല്ലേ. നമ്മുടെ അടുത്തൊക്കെ വന്ന് വേണം പിശാച് ഈ ടെക്നിക്സ് ഒക്കെ പഠിക്കാൻ, കുരുക്ക് വിദ്യയൊക്കെ പഠിക്കാൻ അല്ലേ. പിശാച് ആകെ ചെയ്തത് മേളിൽ കയറാൻ ആഗ്രഹിച്ചു, അത്രേ ഉള്ളൂ. നമ്മളെ കയ്യിലിരിക്കുന്ന സാധനങ്ങളോ ഗ്രഹിക്കുന്നുണ്ടോ? കുറേശ്ശെയൊക്കെ ഗ്രഹിക്കുന്നുണ്ട്, ഇത്രേ പറ്റുള്ളൂ. ഓക്കെ, താഴ്ത്തു വായിക്കേ. യഹോവയുടെ ദൂതൻ അവരെ പിന്തുടരട്ടെ, അതുപോട്ടെ. കാരണം കൂടാതെ അവർ എനിക്കായി വല വിരിച്ചു അല്ലേ. വാസ്തവത്തിൽ കാരണം കൂടാതെ ആരും വല വിരിക്കൂല. അവർക്ക് കാരണമൊന്നും കാണുകയല്ല, പക്ഷെ വിരിക്കാൻ കർത്താവ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ആ വല നമ്മുടെ മുമ്പിൽ വിരിച്ചാലേ വല വീഴാതെ പോവാനുള്ള കാപ്പബിലിറ്റി എനിക്കുണ്ടോ എന്ന് കർത്താവിന് എന്നെ പരിശോധിക്കാൻ പറ്റും. ഇവിടെ AC ഹോളിനകത്ത് നമ്മളെ സുഖമായിട്ട് ഇങ്ങനെ ഇരുത്തി നമ്മൾ പാട്ടും പാടി പ്രാർത്ഥിച്ച് ഇവിടെ തന്നെ ഇരുന്നാൽ നമ്മളെ സ്വഭാവം ആർക്കും അറിയാൻ പോകില്ല, വെയിലത്തിറങ്ങിയാലേ അറിയാനൊക്കുള്ളൂ. ഇതിനകത്ത് നമ്മളെല്ലാം ആത്മനിറവിലാണ് അല്ലേ. നമ്മളെപ്പോലെ ഡീസന്റ് ഒരു മനുഷ്യൻ കാണുകയല്ല. ഇവിടെ നമ്മൾ വെളിയിലോട്ട് ഇറക്കി വിടണോ അല്ലേ? അപ്പോഴേ നമ്മുടെ ഈ സംഭവങ്ങൾ ഓരോന്നായിട്ട് വെളിപ്പെട്ട് വരുന്നേ. അത് വെളിപ്പെടുത്താനാണ്. അപ്പൊ കാരണം കൂടാതെ വല വിരിച്ചെന്ന് ഇവൻ പറയുമ്പോ കർത്താവ് ചിരിച്ചോണ്ടിരിക്കുന്നത്, ഇവിടെ ഞാനാണ് വല അവന് കൊടുത്തത്, അവൻ വെറുതെ ഇട്ടെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് കാരണമില്ലാതെ വിരിച്ചതല്ല. നീ ഏതുവരെ വളർന്നെന്നറിയാൻ ഞാൻ വിരിപ്പിച്ചിരിക്കുകയാണ്. സംഭവം ശരിയാണ്, നിനക്ക് വിരിക്കാൻ ഞാൻ അവനെ ഏൽപ്പിച്ചു എന്നുള്ളത് ശരിയാ. അവിടെയാണ് കർത്താവിന്റെ കളി. കണ്ടോ, കർത്താവ് ബാലുവിനെ കൊണ്ട് വിരിപ്പിച്ചതാണ്. നമ്മൾ ബാലുവിനെതിരെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ബാലുവിൻ്റെ വല കൊടുത്തിട്ട് ഒന്ന് വിരിച്ചേക്കണേ. ബാലു വിരിച്ചിട്ട് പണ്ടാതെ നിൽക്കുന്നതേ ഉള്ളൂ. നമ്മൾ കർത്താവിൻ്റെ അടുത്ത് പറയാം, കർത്താവെ ബാലുവിന് അവനെ ഏതാണ്ട് വല വിരിച്ചിരിക്കുകയാണ് അവൻ, കണ്ട ഒരു കാരണം എനിക്കില്ല. അപ്പൊ കർത്താവ് ചിരിച്ചോണ്ടിരിക്കുക. കാര്യം സ്വപ്പ കഴിയുമ്പോൾ കാണിച്ചു തരാം ഞാൻ. സ്വപ്പ കഴിയുമ്പോൾ നമ്മൾ വലയ്ക്കകത്ത് കിടക്കുകയാണ്. ആ വലയിൽ വീഴാതെ രക്ഷപ്പെട്ടു പോകാൻ പാകമായോ എന്ന് നമ്മളെ അറിയാൻ വേണ്ടി കർത്താവ് മറ്റൊരാളെ കൊണ്ട് വിരിപ്പിക്കുകയാണ്. അല്ലാതെ ആരും ഇവിടെ കാരണം കൂടാതെ നമ്മൾ ആരെങ്കിലും ഈ പരുവത്തിനായാവും. നമ്മളെ കർത്താവ് ഇത്രയും മെരുക്കിയിട്ട് നമ്മൾ ഇത്രേ ആയുള്ളൂ. അപ്പൊ നമ്മൾ അഴിച്ചു വിട്ടിരുന്നെങ്കിലോ അല്ലേ? നമ്മളെ ഇങ്ങനെ നവര കിഴി, പിന്നെ എന്തൊക്കെയോ കിഴികളൊക്കെ ഇട്ട് ടീം ബാത്ത് അതിൻ്റെ അകത്ത് കയറ്റി ഇരുത്തി ആവി കയറ്റി വേവിച്ചാണ് ഈ പരുവത്തിനിരുത്തിയിരിക്കുന്നത് അല്ലേ. വാസ്തവത്തിൽ തലയും കൂടി അതിൻ്റെ അകത്ത് വെച്ച് വേവിക്കേണ്ടതാണ് അല്ലേ. കർത്താവ് ഒരു കരുണ കാണിച്ച് തല വെളിയിൽ വെച്ചത് ഇപ്പൊ കർത്താവ് ഇങ്ങനെ വേണ്ടായിരുന്നു. അത് ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചോദ്യം എത്രത്തോളം സമാനപ്പെടും ഇവിടുന്ന് ഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? വചനത്തിന്റെ ഡെപ്ത് നമ്മൾ ഗ്രഹിക്കണം, വചനത്തിന്റെ ആഴം നമ്മൾ ഗ്രഹിക്കണം. കാരണം കൂടാതെ നമുക്ക് ഒന്നും സംഭവിക്കുകയില്ല. എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും സകലത്തിൻ്റെയും പുറകിലൊരു കാരണമുണ്ട്. സകലത്തിൻ്റെ മതി ഗോഡ് ഹാസ് എ പ്ലാൻ, ഗോഡ് ഹാസ് എ ഡിസൈൻ. അതില്ലാതെ ഒന്നും സംഭവിക്കില്ല. ഈ ഓരോ ലൈനിലും നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, കർത്താവ് ക്ലീൻ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്യഭാഗം. അവൻ വിചാരിയാതെ അവന് അപായം ഭവിക്കട്ടെ. അവൻ വിചാരിയാതെ അവൻ അപായം അത് ഇന്നൊന്നും പ്രാർത്ഥിച്ചാലല്ല കേട്ടോ. ഈ വാക്യൊന്നും കാണാതെ പഠിക്കല്ലേ. വായിക്ക്. അവന് ഒളിച്ചു വെച്ച വലയിൽ അവൻ തന്നെ കുടുങ്ങട്ടെ. അതും പ്രാർത്ഥിക്കരുത്. വായിക്ക്. അവൻ അപായത്തിൽ അകപ്പെട്ടു പോകട്ടെ. അയ്യോ, അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാൻ ചെയ്യരുത്. അവൻ അപായത്തിൽ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ്. കർത്താവേ, എന്റെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി അല്ലേ. നമ്മളെ ഉപദ്രവിച്ച ആൾക്കാർക്ക് ഒരു പണി കിട്ടിയെന്ന് അറിയുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമല്ലേ. അങ്ങനെ സന്തോഷിക്കുന്നു എങ്കിൽ നേരത്തെ പറഞ്ഞ വലയിൽ നമ്മൾ വീണു. പിടിയോ, നമ്മളെ ഉപദ്രവിച്ചു എന്ന് നമുക്ക് തോന്നുന്ന ഒരാള് കെണിയിൽപ്പെട്ടു എന്ന് നമുക്ക് വാർത്ത വരുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അത് നമുക്കൊരു കെണിയാണ്. എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ മുമ്പിൽ കർത്താവ് ഒന്ന് വിരിച്ചതാണ്. എവനെതിൽ വീണമെന്നറിയാൻ. നമ്മളതിൽ ആനന്ദിക്കുന്നു എങ്കിൽ നമ്മൾ കെണിയിൽപ്പെട്ടു. സ്തോത്രം. ഗ്രഹിക്കുന്നുണ്ടോ? ക്ലിക്കാകുന്നുണ്ടോ? ഇച്ചിരി കൂടിയ സാധനമാണ് ഇതൊക്കെ. സ്തോത്രം. പക്ഷെ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ. അവൻ തകരണം, അവൻ ഇല്ലാതാവണം. പറ്റുമെങ്കിൽ പറയുകയും ചെയ്യും അല്ലേ.
നമുക്ക് ശത്രു എന്ന് തോന്നുന്നവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് പുതിയ നിയമത്തിലെ സിസ്റ്റം. അത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഗതികേട് മെനക്കെട് ഇങ്ങനെ ആയിപ്പോയല്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കരുത്, അല്ലേ? എഡ്വിൻ സാറിന് ഒരു പണി കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം എഡ്വിൻ സാർ എനിക്ക് പണി അതുകൊണ്ട് തിരിച്ചൊരെണ്ണം കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കാൻ വകുപ്പില്ല. അപ്പം നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ എഡ്വിൻ സാറിനെ അനുഗ്രഹിക്കണേ. അപ്പോഴും നമ്മൾ ഉള്ളിൽ കാണുന്ന ദർശനം എന്ന് പറഞ്ഞാൽ അങ്ങനെ തലയിൽ തീക്കനൽ കുന്നിക്കുകയാണ്. മൊട്ട തലയിൽ തീക്കനൽ കുനുകുനാ വീഴുക. ഇത് കണ്ടോണ്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഹൃദയങ്ങളെ കാണുന്നവൻ ഇത് നമ്മളെ തലയിൽ തട്ടിത്തരും. നമുക്ക് ഹൃദയത്തിനകത്ത് എരിഞ്ഞു നീറുന്ന ദേഷ്യവും വിഷമവും ഒക്കെ ഉള്ളപ്പോഴും കർത്താവേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പം നമ്മുടെ അകത്തുള്ള പക ആദ്യം വെളിയിൽ പോകും. ഹാർട്ട് ബീറ്റ് കറക്റ്റാവും, എല്ലാ അസുഖവും പോവും, അകത്തെ മനുഷ്യൻ ഭയങ്കരമായി ആത്മീകനാവും. നമ്മളെ കർത്താവിന് സ്വർഗത്തിൽ കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ല. മറ്റത് പക ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ആ പക പുകഞ്ഞിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന കർത്താവിന് സപ്പോർട്ട് ചെയ്യാൻ ഒക്കില്ല, സപ്പോർട്ട് ചെയ്ത് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. യു ഗോട്ട് ഇറ്റ്? അതാണ് ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് പകയാണ്. ഈ സാധനം നമ്മുടെ അകത്ത് കയറിയാൽ നമ്മൾ കുറേശ്ശെ പുകയും, പടക്ക് പുകയും പോലെയാണ്. അതിൻ്റെ തിരി കത്തുന്നത് പോലെ ടപ്പെട്ട കത്തി കത്തി വരും. അത് ഇടയ്ക്കിടെ അത് നിങ്ങൾ കാണണം കേട്ടോ. അത് കത്തിച്ച് ഇങ്ങനെ വിടുന്ന കാണണം. ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര പൊരി തെറിക്കും. അങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഭയങ്കര പൊരി തെറിപ്പിക്കേണ്ട. ലാസ്റ്റിൽ ഒരൊറ്റ തെറിപ്പാണ്. അതുകൊണ്ട് പൊരി തെറിക്കാൻ സമ്മതിക്കരുത്. സ്തോത്രം. പക പുകയാൻ സമ്മതിക്കരുത്. എല്ലാവരോടും ക്ഷമിക്കണം. അപ്പോൾ നമ്മളോട് അവരെൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു. അതെ, അത് കർത്താവ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. എന്തിനാ? കർത്താവിനോട് ചെയ്ത ലോകം നമ്മളോട് അതിൻ്റെ അപ്പുറം ചെയ്യും നമ്മളെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ പഠിപ്പിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആരോട് നിങ്ങൾ ആലോചിക്കുക. പിള്ളേർ സ്കൂളിൽ പോവാണ്, പരീക്ഷ എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ ആലോചിക്കുക. പരീക്ഷയില്ല, ടെസ്റ്റ് പേപ്പറും ഇല്ല, ഒന്നുമില്ല, ചെന്നില്ലെങ്കിൽ ചോദിക്കുകയില്ല. എന്തിനുള്ളവര് ഒന്നിനും കൊള്ളുകയല്ല, അല്ലേ? അപ്പോൾ എൻ്റെ മോൾ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, തിങ്കളാഴ്ച പരീക്ഷയാണ്. ഞാനിപ്പോൾ എന്തുവാ? അല്ല ഡാഡിക്ക് ഒരു വിഷയമില്ല, വലിയ പരീക്ഷയാണ്. ഞാൻ വലുതായെന്ത് ചെറുതായെന്ന് അതിനല്ലേ നീ മെനക്കെട്ടൊക്കെ പോയത്? നമ്മൾ പൈസ അടച്ചോണ്ടിരിക്കുന്ന പരീക്ഷ എഴുതാനല്ലേ, അല്ലേ? അവൻ പരീക്ഷ എഴുതി ജയിച്ചു. അതെ ജയിച്ചു. അപ്പോഴും ഒന്നുമില്ലേ? അല്ലേ ജയിക്കണം, അല്ലല്ലേ മെനക്കെട്ട് പോയത്, അല്ലേ? അപ്പോൾ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ? അപ്രീസിയേഷനൊക്കെ ഉണ്ട്, അതില്ലെന്നല്ലേ ഞാൻ പറഞ്ഞേ. പരീക്ഷ എന്ന് പറയുന്ന വലിയ സാധനമല്ല, പരീക്ഷ ജയിക്കുന്നു എന്ന് പറയുന്നത് വലിയ സാധനമല്ല. അതിനാണ് മെനക്കെട്ട് പോയിരിക്കുന്നത്. പരീക്ഷയിൽ തോറ്റാൽ വലിയ കാര്യമാണ്. പരീക്ഷയിൽ തോറ്റാൽ അത് വലിയ കാര്യമാണ്. 2, പരീക്ഷ ഇല്ലെങ്കിലും വലിയ കാര്യമാണ്. പരീക്ഷ ഇല്ലെങ്കിൽ നമ്മൾ പരീക്ഷ ഇല്ലേ പിന്നെ എന്തിനാ പോയേ? ഇതെല്ലാം എത്ര റിസ്ക് ഉള്ള പരീക്ഷയൊക്കെ എഴുതി പാസ്സായി പുറത്ത് വരുമ്പോഴാണ് ആ സർട്ടിഫിക്കറ്റിന് ഒരു മൂല്യമുള്ളത്, അല്ലേ? ആ ഡിഗ്രിക്ക് ഒരു മൂല്യം വരുന്നത് അത്രയ്ക്ക് വില കൊടുത്ത് ഇറങ്ങി വരുമ്പോഴാണ്. ഒരു വിലയും കൊടുത്തില്ല, ചുമ്മാ, അല്ലേ? കൊറോണ സമയത്ത് ഒരുപാട് പേര് ജയിച്ചു പോയി. കൊറോണ സമയത്ത് ചുമ്മാ ജയത്തോട് ജയമായിരുന്നു. അത് ജയമല്ല, യുദ്ധം ചെയ്ത് ജയിക്കണം, അല്ലേ? അപ്പൊ ദൈവം നമ്മളെ ഡെയിലി പരീക്ഷിക്കും. പരീക്ഷിച്ച് കാര്യം ഉറപ്പും. അതായത് ഇവിടെ പറഞ്ഞേ, അവൻ വലയിൽ വീഴാനൊന്നും നമ്മൾ പ്രാർത്ഥിക്കരുത്. അത് നമ്മൾ ശരിയാവണം. നമ്മൾ ശരിയാവാതെ കർത്താവ് അനങ്ങൂല. നമ്മൾ ആപ്പ് ഊരി വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്. കർത്താവേ, അവൻ ഇവിടെ ആപ്പ് വെച്ചിട്ട് പോയി, ഞാൻ അറിയാതെ ഊരിയതാണ്. അവനോട് ക്ഷമിക്കരുത്. കർത്താവേ, അവനെ നീ തടിയുടെ ഇടയിൽ വെച്ച് ഞെരുക്കണം, അവൻ ചത്തുപോകണം, പറ്റുമെങ്കിൽ വാള് വെച്ച് വലിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. നിന്റെ അടുത്ത് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ ഇതിന്റെ മണ്ടേ കയറി കളിക്കരുതെന്ന്. കിട്ടുന്നുണ്ടോ? ഞാനിങ്ങനെ സ്ലോയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നു കാര്യങ്ങളല്ല. നിങ്ങൾ ഇതല്ല ചിന്തിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ എവിടെ കൂടെയൊക്കെ യാത്ര ചെയ്യുന്നു എന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, വായിക്കും, പെട്ടെന്ന് വായിക്കും. എന്റെയുള്ള യഹോവയിൽ ആനന്ദിക്കും, അവന്റെ രക്ഷയെ സന്തോഷിക്കും. കേട്ട എന്ന് പറഞ്ഞാൽ അവൻ ഇതിന്റെ ഇടയിൽ പെടുമ്പോ ഞാൻ ആനന്ദിക്കും. കണ്ട, അവൻ എന്നെ രക്ഷിച്ചതുകൊണ്ട് ഞാൻ സന്തോഷിക്കും. അവൻ എന്നെ രക്ഷിക്കുകയും വേണം, മറ്റവനെ കൊടുക്കുകയും വേണം, എന്നാലേ ഞാൻ സന്തോഷിക്കൂ. ഈ വാക്യത്തിന്റെ പരവക്കേട് മനസ്സിലായോ നിങ്ങൾക്ക്? ഈ വാക്യത്തിന്റെ റിസ്ക് മനസ്സിലായോ? അവന്റെ തലയിൽ തേങ്ങ വീഴുകയും വേണം, എനിക്ക് കറിക്ക് അരയ്ക്കാൻ കിട്ടുകയും വേണം. അപ്പൊ ഒറ്റ തേങ്ങയിൽ അവന്റെ തലയും പൊട്ടും, എനിക്ക് കറിക്കുമായി. എങ്കിൽ ഞാൻ ആനന്ദിക്കുകയും ചെയ്യും, സന്തോഷിക്കുകയും ചെയ്യും. കർത്താവ് അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. സ്തോത്രം.
ഇതൊന്നും പ്രസംഗിക്കാൻ കൊണ്ടുവന്നല്ല, വേറെ സാധനമാണ് കൊണ്ടുവന്നത്, അതെല്ലാം പോയി. സ്വതന്ത്രം. ബാക്കി വായിക്ക്. യഹോവേ നിനക്ക് തുല്യനാർ. അടുത്ത് കർത്താവിനെ പോക്കുകയാണ്. കർത്താവേ നീ എന്ന് പറഞ്ഞാൽ ആരാ അല്ലേ? നീ എന്നൊക്കെ പറഞ്ഞാൽ ആരാ? നീ വലിയ പുള്ളിയല്ലേ? കർത്താവിനെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് ഇവന് വാലളക്കണം. കർത്താവ് കൊന്നളഞ്ഞാൽ നീ അനങ്ങല. കർത്താവ് ഉദ്ദേശിക്കുന്ന വേറെ പദ്ധതി അതിനകത്തുണ്ട്. വൈകി എളിയവനെ തന്നിലും ബലമേറിയവന്റെ കയ്യിൽ നിന്നും എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരന്റെ കയ്യിൽ നിന്നും നീ രക്ഷിക്കുന്നു എന്റെ അസ്ഥികളൊക്കെയും പറയും. കള്ളസാക്ഷികൾ എഴുന്നേറ്റ് ഞാൻ അറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നു. ഇതൊക്കെ പറയും കേട്ടോ. കള്ളസാക്ഷികൾ എഴുന്നേറ്റ് നമ്മൾ അറിയാത്ത, മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം നമ്മളെ തലേ കൊണ്ട് ചേരും. അത് ഫാക്റ്റ് ആണ്. എന്തിനാ അങ്ങനെ വയ്ക്കുന്നേ? എന്നാലല്ലേ നമ്മൾ പാകമായൊന്ന് അറിയാൻ പറ്റുള്ളൂ. നമ്മളെ കുറിച്ച് ഉള്ള കാര്യം പറഞ്ഞാൽ എന്തിനുള്ള, നമ്മളെ കുറിച്ച് ഇല്ലാത്ത കാര്യം വേറെ 1-2 വാക്യങ്ങളുണ്ട്. നമ്മളെപ്പോലും അറിഞ്ഞുകൂടാത്തവർ പറയും. അതിനകത്തുണ്ടാ വാക്യം, എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. നമ്മളെപ്പോലും അറിഞ്ഞുകൂടാത്തവർ നമ്മളെ നന്നായിട്ട് അറിയാന്നുള്ളത് പോലെ പറയും. നമുക്കെതിരെ കള്ളസാക്ഷ്യം പറയും. എന്തിനാ അങ്ങനെ? ദൈവം അവരാക്കി വെച്ചിരിക്കുന്നതാണ് നമ്മൾക്കെതിരെ പറയാൻ വേണ്ടി. എന്തിനാണ്? നമ്മൾ അത് എങ്ങനെ ഡീൽ ചെയ്യുമെന്നറിയാൻ. നമ്മളെങ്ങനെ ഡീൽ ചെയ്യും? നമ്മളെ സ്വഭാവം അങ്ങോട്ട് മാറും. നമ്മൾ ആത്മപൂർണനാവും. എന്നിട്ടൊരു വിറയലും അല്ലേ? ചില പറയുന്ന പെരുവരലിൽ കൂടെ കയറിയെന്നോ അല്ലേ? പിശാച് പെരുവരലിൽ കൂടെ കയറുക, തലയിൽ നിന്ന് ഇങ്ങനെ മൂർഖൻ നിൽക്കുന്നത് പോലെ ഇങ്ങനെ നിൽക്കുക അല്ലേ? എന്തൊരു ആനന്ദമാണ്. കയറിയിട്ടുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ? ആർക്കും കയറി എന്താണെന്ന് പോലും അറിഞ്ഞൂടാ അല്ലേ? എന്താണോന്ന് അറിയത്തില്ല, അതെന്താണെന്ന് പോലും അറിയത്തില്ല. സ്തോത്രം അല്ലേ? പിശാച് ഇപ്പൊ ഇതിനകത്ത് വന്നാൽ പിശാച് അന്തം വിട്ടു. അയ്യോ എന്ത് ഡീസലായിട്ടിരിക്കുക ആൾക്കാര് അല്ലേ? സ്തോത്രം. എന്താരും മിണ്ടാതെ? മിണ്ടാതിരി. പറ, വായിക്കേ. അവർ എനിക്ക് നന്മയ്ക്ക് പകരം തിന്മ ചെയ്ത് എന്റെ പ്രാണന് അനാഥത്വം വരുത്തുന്നു. ബാക്കിയൊക്കെ ഒരുപാട് പ്രസംഗിക്കണമെന്നുണ്ടായിരുന്നേ. അനാഥത്വം വരുത്തുക, എന്നെ അനാഥമാക്കാൻ അവർ ശ്രമിക്കുന്നു. വാസ്തവത്തിൽ ഇത് ദൈവത്തിന്റെ കളിയാണ് ഇതിന്റെ ബാക്കിൽ. എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിലേ എനിക്ക് എന്തിനാണ് ദൈവം? എനിക്ക് നിങ്ങളെല്ലാവരും ഇല്ലേ? ഒരു വിളി വിളിച്ച് എല്ലാവരും വരും. എനിക്ക് കയ്യിൽ കാശുണ്ട്, ആവശ്യത്തിന് മസിലുണ്ട്, പിന്നെ എന്തൊക്കെയോ എല്ലാം കറക്റ്റാണ്, എല്ലാത്തിനും ആളുണ്ട്. പിന്നെ ദൈവത്തിന് എന്തിനാ റോൾ അവിടെ? നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ ദൈവത്തിന് നമ്മളെ അനാഥനാക്കണം. അപ്പം നമ്മൾ എവിടെ പിടിക്കുമെന്ന് അറിയണം. അതാ പറഞ്ഞ, നീ എൻ്റെ രക്ഷ, നീ എൻ്റെ പലക, നീ എൻ്റെ പാറ, നീ മാത്രം കർത്താവ്. ഇത് നമ്മൾ പറയുമ്പോഴും നമുക്ക് വേറെ ഒരുപാട് പിടിവള്ളിയുണ്ട്. പിടിവള്ളി പിടിച്ചു നിന്നുകൊണ്ട് നമ്മൾ ഈ ഡയലോഗ് അടിക്കുമ്പോൾ കർത്താവ് പിടിവള്ളി കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ തൂങ്ങി നിൽക്കുന്നു എന്ന് കർത്താവ് നോക്കും. അപ്പൊ നമ്മൾ കർത്താവിൽ തൂങ്ങി നിൽക്കോ താഴെ പോകൂ? നമ്മളൊരു കർത്താവെ നീ മാത്രമേ എനിക്കുള്ളൂ, നീ കുന്തവും കൊണ്ട് ഓടി വരണം. രണ്ടാമയ്ക്ക് അങ്ങനെ നീ നിന്റെ കുന്തവും കൊണ്ട് ഓടി വരണം. കർത്താവ് കുന്തവും കൊണ്ട് ഓടി വരുമ്പോഴത്തേക്ക് ഇവിടെ കുത്തി മലർത്തിയിട്ടിരിക്കുകയാണ്. ഇല്ലേ? നമ്മൾ വിളിക്കുന്നതനുസരിച്ച് കർത്താവ് കുന്തമൊക്കെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ കുത്തി തള്ളിയിട്ട് പീസാക്കി കുത്തി ഇങ്ങനെ അക്കപ്പഞ്ചർ കുത്തും പോലെ കുത്തിയിരിക്കുകയാണ്. ആ പരുവത്തിന് കർത്താവ് വന്ന് ഇറങ്ങിയാൽ ചില കേസുകൾ പിടിച്ചു മാറ്റാൻ പോകുന്നതിന് കുത്ത് കിട്ടും. അപ്പൊ കർത്താവ് ഈ പറയുന്നതും കേട്ടോണ്ട് ഓടി ഇങ്ങോട്ട് വന്നാൽ കർത്താവിന്റെ ജീവന് പോലും അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട്. പിടി കിട്ടുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് നന്നായിട്ട് പിടി കിട്ടുന്നുണ്ട് കേട്ടോ. ഇന്ന് നല്ലൊരു സാന്നിധ്യമുണ്ട് അല്ലേ? എന്നെ അനാഥത്വം വരുത്തുന്നു, നമ്മളെ അനാഥമാക്കാൻ. അതിന്റെ പിറകിൽ അതാ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ അനാഥനായി വിടുകയല്ല എന്ന് പറഞ്ഞാൽ വേറെ ആള് നിനക്ക് കൂട്ടിന് വരുമെന്നല്ല, ഞാൻ വരും. കർത്താവിന് അതാണ് ഇഷ്ടം, ഞാൻ വരും. പക്ഷെ നമുക്ക് അങ്ങനെ കർത്താവിനെ ആശ്രയിക്കുന്നതിനേക്കാൾ നമുക്ക് മറ്റു പല കർത്താവ് നമുക്ക് ആളെല്ലാം ഉണ്ട്, കർത്താവ് നീ വരണമെന്നില്ല, നമുക്ക് അവിടെ വരുമ്പം കാണാം. അതാണ് അങ്ങനെ കർത്താവിന് താല്പര്യമില്ല. ക്ലിക്കായി നിങ്ങൾക്ക് സംഭവം ക്ലിക്കായി. മൊത്തം പറയാൻ നമുക്ക് സമയം കിട്ടൂല. ഇനി താഴ്ട്ട് വായിക്ക്. ഞാനോ അവർ ദീനമായി കിടന്നപ്പോൾ രട്ടുകൊടുത്തു. കർത്താവെ ഞാനുണ്ടല്ലോ, എന്നെ ഇപ്പൊ ഒറ്റപ്പെടുത്തിയ ആൾക്കാരില്ലേ, അവര് ദീനമായി കിടന്നപ്പോ ഞാൻ കൊടുത്തു കർത്താവെ. ഇത് ഭയങ്കര ഗൗരവമുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അവർ ദീനമായി കിടന്നപ്പോ ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ
അവർക്ക് അത്രയ്ക്ക് വയ്യായിരുന്നു, ഞാൻ ചാക്ക് കൊടുത്തു അവരെ രക്ഷിക്കാൻ വേണ്ടി. നമ്മളെങ്ങനെ ആർക്കെങ്കിലും വേണ്ടി ചാക്ക് കൊടുത്തിട്ടുണ്ടോ? നമുക്ക് പോലും ചാക്ക് കൊടുക്കില്ല, പിന്നെ ഇനി വല്ലവർക്ക് കൊടുക്കാൻ പോകുന്നത്. ആർക്കും ഞാൻ കൊടുക്കൂല, ചാക്കേ കൊടുക്കൂല. രട്ട് നമ്മൾ പട്ടയെ കൊടുക്കും അല്ലേ? വലിയ പ്രയാസമാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൂലിക്ക് ആരെങ്കിലും വിളിച്ച് കരയായിരുന്നു. പാസ്റ്റർമാർ വല്ലതും കിട്ടാനുണ്ടോ? കരയുന്ന പാസ്റ്റർമാർ 1000 രൂപ കൊടുത്തേക്കാം, 2 മണിക്കൂർ ഇന്ന് കരയട്ടെ. അതാണ് കേസിട്ട് നമ്മള് ബാലുവിന് വേണ്ടി ചാക്ക് കൊടുത്തോണ്ടിരിക്കുമെന്ന് വേറെ ആൾ നോക്കിയാൽ മതി. ഞാൻ വേണേൽ 1500 രൂപ കൊടുക്കും, ഒരാളിനെ വിളിച്ചു കൊടുക്കും കരയാൻ കൂട്ടിരിക്കാൻ. അങ്ങേർക്ക് ബിരിയാണിയും മാറ്റി കൊടുക്കാം, നമ്മളിരിക്കുകയല്ല. അടുത്ത വാക്യം വായിക്കും. ഉപവാസം കൊണ്ട് ഞാൻ ആത്മതപനം ചെയ്തു, എന്റെ പ്രാർത്ഥന എന്റെ മാർവിടത്തിലേക്ക് മടങ്ങി വന്നു. അവർ എനിക്ക് സ്നേഹിതനോ സഹോദരനോ എന്ന പോലെ ഞാൻ പെരുമാറി. അവരെന്റെ സ്നേഹിതൻ എന്നോ സഹോദരൻ എന്ന പോലെ ഞാൻ അവർക്ക് വേണ്ടി നിന്നു. അമ്മയെ കുറിച്ച് ദുഃഖിക്കുന്നതിനെ പോലെ ഞാൻ എന്റെ അമ്മ മരിച്ചപ്പോ അമ്മയ്ക്ക് വേണ്ടി ദുഃഖിക്കുന്ന പോലെ ഞാൻ അവന്മാർക്ക് വേണ്ടി ദുഃഖിച്ച് കുനിഞ്ഞു നടന്നു. എന്നിട്ട് അവന്മാർ എനിക്ക് പണി വെച്ചു. അതിൽ നമ്മൾ ഇത്ര റിസ്ക് എടുത്തിട്ടുള്ള ആരെങ്കിലും നമുക്കെതിരെ പണി വെച്ചേ? നമ്മൾ അവർക്ക് വേണ്ടി അത്രയും ചെയ്തെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവരുമായിട്ട് അത്ര ഇന്റിമസിയാണ്. അപ്പൊ കർത്താവ് അവിടെ തന്നെ ഒരു സാധനം അടിച്ചു നോക്കും. എന്താണ് സാധനം എന്നറിയാൻ. ഈ അടി അടിക്കുമ്പോൾ നമ്മൾ എങ്ങോട്ട് എടുക്കുമെന്ന് കർത്താവിന് അറിയണം. അടിച്ചപ്പോ ഇവൻ എങ്ങോട്ടാണ് എടുത്തേ? കർത്താവെ കുന്തം കൊണ്ടുവന്ന് അവനെ കുത്തണം. ഇവനാണ് അവന് വേണ്ടി ഉപസിച്ചത്. പിടിയിട്ടില്ല നിങ്ങൾക്ക്? ഇവൻ കുന്തം കൊണ്ട് കുത്താൻ പ്രാർത്ഥിച്ച ആർക്ക് വേണ്ടിയാ? അവന് വേണ്ടിയാണ് ഇവൻ പണ്ട് ചാക്ക് കൊടുത്ത് പ്രാർത്ഥിച്ചത്. ഇതെന്ത് പ്രാർത്ഥനയാണ്? ഇതാണ് സാധനം. പിടിയിട്ടിയ ഇപ്പൊ കഥ പിടികിട്ടിയോ? ഇതാണ് സാധനം. നമ്മൾ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും, കർത്താവേ ജയനെ അനുഗ്രഹിക്കണം. നമ്മളെല്ലാം ചാക്കൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ജയൻ നമുക്കെതിരെ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി അടുത്ത പ്രാർത്ഥന, കർത്താവെ അവനെ തകർത്തില്ലാതാക്കി കളയണം. അപ്പൊ കർത്താവ് ഇങ്ങനെ ഞാൻ ഇപ്പൊ എന്തോ ചെയ്തു, ഇവൻ തന്നെയാണ് 2 പ്രാർത്ഥനയും പ്രാർത്ഥിക്കുന്നത്. കിട്ടിയോ? എന്ന് പറഞ്ഞാൽ ദൈവം അവിടെ ചുമ്മാ ജോലിക്കിരിക്കുകയാണ്. നമ്മൾ ഒരിക്കൽ ചെന്ന് പറയും ഇന്നത് ചെയ്യണം, അടുത്തെന്ന് പറയാം അവനെ കൊന്നുകളയാൻ പറയും. കർത്താവിന് അങ്ങനെ നമ്മൾ പറയും പോലെ ചെയ്തുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. ക്ലിക്കായേ? ഓക്കെ, അടുത്ത വായിക്ക്. അവരോ എന്റെ വീഴ്ചയെങ്കിൽ സന്തോഷിച്ച് കൂട്ടം കൂടി. അവരൊക്കെ ആണെങ്കിൽ ഞാൻ വീണപ്പം ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. ഞാനാണെങ്കിൽ അവര് വീഴുന്നപ്പോ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. അവരാണെങ്കിൽ ഞാൻ വീണപ്പോ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. ഞാൻ അറിയാത്ത അധമന്മാർ എനിക്ക് വിരോധമായി കൂടി. ഇതാണ് വാക്യം. ഞാൻ അറിയാത്ത അധമന്മാർ എനിക്കെതിരെ പറഞ്ഞു. ഇതൊക്കെ സംഭവിക്കും കേട്ടോ. നമ്മളെ ഒരു ബന്ധമില്ലാത്തവരെ നമ്മളെ തെറി വിളിക്കും. എനിക്ക് പിന്നെ അത് ശീലമാണ്. യൂട്യൂബിൽ എനിക്കത് ശീലമാണ്. ആൾക്കാർ ചോദിച്ചത് ഞാൻ കയറി നോക്കുന്നത് ഇത് ആരും വിളിച്ചിട്ടില്ല, എന്തോ ആരും കണ്ടില്ലേ അല്ലേ? എനിക്കിപ്പോൾ അതൊരു ശീലമായി അല്ലേ? ആരെങ്കിലും വിളിക്കുക, എന്തെങ്കിലും വിളിക്കുക, നമുക്കൂടെ എന്തുവാ അല്ലേ? അതൊരു സന്തോഷമാണ്. അവർ വിളിച്ചോട്ടെ അല്ലേ? എന്നെ അറിയാത്ത അധമന്മാർ എനിക്ക് വിരോധമായി കൂടി വന്നു. അവർ ഇടവിടാതെ എന്നെ പഴിച്ചു. കണ്ട, ഇടയ്ക്കിടയ്ക്ക് വന്ന് പഴിച്ചിട്ട് പോകുന്നതല്ല, അവർ ഡ്യൂട്ടിക്ക് ഇരുന്ന് തച്ചിന് പഴിച്ചു. അപ്പോഴാണ് നമ്മളെ അകത്തുള്ള പഴുപ്പ് വെളിയിൽ വന്നത്. കിട്ടിയാ? കർത്താവ് ഡ്യൂട്ടിക്ക് ആളിനെ വെച്ച് നമ്മളെ പഴിച്ചപ്പോ നമ്മളെ അകത്ത പഴുപ്പ് വെളി വന്നു. അപ്പം നമ്മൾ പറഞ്ഞു അവനെ കൊല്ലണം, കർത്താവ് തന്നെ വരണം. കണ്ട, ഇപ്പൊ കിട്ടിയാ? അപ്പൊ ഇപ്പൊ 1-ാമത്തെ ആഴ്ചയിൽ നമ്മൾ എന്ത് ചെയ്യും? കർത്താവ് എന്നെ സുഖമാക്കണമെന്നൊക്കെ പറഞ്ഞാൽ എന്നെ സുഖമാക്കാൻ അകം മുഴുവൻ പഴുപ്പല്ലേ? അത് ഞെക്കാനാണ് കർത്താവ് ആള് വെച്ച് ഞെക്കിച്ചത്. അപ്പൊ അവൻ വന്ന് 2 പഴി പറഞ്ഞപ്പം നമ്മൾ പറഞ്ഞ അവനെ കൊല്ലണമെന്ന്. അപ്പൊ ഇനിയും ഞെക്കണം, ഇനിയും ഞെക്കി ഇതിൻ്റെ അകത്ത് മുഴുവൻ പഴുപ്പെടുക്കണം. നമ്മൾ ഒരു ഞെക്കുമ്പോൾ പഴുപ്പ് ചാടുന്ന കാണുമ്പോഴേ നമ്മൾ അടച്ചു വെച്ചിട്ട് കെട്ടും. ഒരുപാട് പഴുപ്പുണ്ട്. ഡയബറ്റിക്കാരെ ചെത്തുന്നുണ്ട്. ഇനി ചെത്തി അയാൾ വിളിച്ചോണ്ടിരിക്കും, അവർ ചെത്തിക്കൊണ്ടിരിക്കും. പച്ച ഇറച്ചി വരെ ചെത്തും. അതിനാണ് അങ്ങനെ. എന്നാലേ സുഖാവുള്ളൂ. അങ്ങ് കാലിൻ്റെ അറ്റത്താണ് പഴുപ്പെങ്കിൽ മുട്ടുവെച്ച് മുറിക്കും, ഇല്ലെങ്കിൽ ചത്തു അല്ലേ? അപ്പൊ നമ്മളെ കർത്താവ് ആള് വച്ച് വിരോധം നമുക്കെതിരെ പറയാൻ വേണ്ടി ആള് വെച്ച് ആക്കിയിരിക്കുകയാണ്. കർത്താവ് ഡ്യൂട്ടിക്കിട്ടിരിക്കുകയാണ്. നമ്മളെന്ന് പറയാ എന്നെ അറിയാത്ത അധമന്മാര് പറഞ്ഞു, അതുകൊണ്ട് അവിടെ എനിക്ക് സഹിക്കാൻ പറ്റില്ല, നീ പെട്ടെന്ന് വരണം. യവനെ സ്വർഗത്തിൽ കൊണ്ടിട്ടുള്ള ഗതി ആലോചിച്ച് നോക്കിയേ. ഈ പരുവക്കാരനെ സ്വർഗത്തിൽ കൊണ്ടിട്ടുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. സ്വർഗത്തിൽ മൊത്തം കട്ട പ്രശ്നമായിരിക്കും.
അതുകൊണ്ടാണ് കർത്താവ് കൊണ്ടുപോകാത്ത, അല്ലാതെ വേറെ വിഷമം ഒന്നും വിചാരിക്കല്ലേ. സ്തോത്രം. എല്ലാവർക്കും പിടി കിട്ടുന്നുണ്ട്. നമ്മളെ കർത്താവ് ശരിക്കും ഇരുന്ന് പരിശോധിക്കുകയാണ്. നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിൽ ആരാധിക്കും, ഏതൊക്കെ സാഹചര്യത്തിൽ പള്ളിയിൽ പോവും, നമ്മൾ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, ഇതെല്ലാം നമ്മൾ പാടൂലേ. എന്നെ നന്നായി അറിയുന്നവൻ തന്നെ പാടൂലേ. നന്നായിട്ട് മൂപ്പർക്കറിയാം. നമ്മുടെ മുഴുവൻ MRIയും മൂപ്പരയിൽ ഇരിപ്പുണ്ട്. പണ്ടെടുത്തതല്ല, ലൈവ് സാധനം കണ്ടോണ്ടിരിക്കണെങ്കിൽ. അല്ല, നമ്മൾ 23 ഇരിപ്പുണ്ട്, അത് നിങ്ങൾ കയ്യിൽ വെച്ചിരുന്നാൽ മതി. ഇപ്പോഴത്തെ ലൈവ് MRI കർത്താവ് ഈ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. ആലോചിച്ച് എങ്ങനെ ഇരിക്കുന്നു. വാസ്തവത്തിൽ കർത്താവ് മഹാകരുണയുള്ളവനായതുകൊണ്ട് നമ്മളെ കൊല്ലാതെ വച്ചിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ നിയമപ്രകാരം നമ്മളെ കൊല്ലേണ്ടതാണ്. ഭയങ്കര കരുണ കാണിച്ചിട്ട് പോട്ടെ എന്ന് വെച്ചിട്ടിരിക്കുന്നതാണ് നമ്മളെ. അതുകൊണ്ട് ഇനിയും ഒരുപാട് ദിവസം ഇട്ടിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇട്ടിരുന്നാൽ തന്നെ കർത്താവിന് ഗുണം ഉണ്ടാവണം. കയറ് നീട്ടി വിടുന്നതിൽ കർത്താവിന് ഗുണം ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് പറ്റണം. 2024 കണ്ടു, നല്ല കാര്യം. ഒരു കൊല്ലം കൂടി നീട്ടി തന്നത്, നമ്മളെ ഉപദ്രവിക്കാൻ ആൾക്കാരെ കർത്താവ് ഏർപ്പാട് ചെയ്തത് നമ്മളെ നശിപ്പിക്കാനല്ല, നമ്മളെ പാകപ്പെടുത്താനാണ്. സ്തോത്രം അല്ലേ. അരിയൊക്കെ നമ്മളിങ്ങനെ വേവിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചൂട് വെച്ച് കൊടുക്കുക. അപ്പൊ അരി അകത്ത് വെള്ളം വെച്ചോണ്ടിരിക്കുക, കർത്താവേ ചൂടടിക്കുന്നേ. അപ്പോൾ മറ്റേ മുതലാളി വന്നിട്ട് പതുക്കെ ഇങ്ങനെ എഡ്വിൻ സാർ വന്നിട്ട് തവിയിലെടുത്ത് ഇങ്ങനെ ഞെക്കി നോക്കും. ഇല്ല, തിരിച്ചു വിടും. അപ്പൊ ഇങ്ങനെ കോരി എടുക്കുമ്പോൾ അരി വിചാരിക്കും, സമാധാനമായി. അപ്പൊ ഒരു ഞെക്ക് തിരിച്ചിടും. അങ്ങനെ 2023 നമ്മളെ പല പ്രാവശ്യം എടുത്ത് ഇങ്ങനെ കോരി ഞെക്കിയൊക്കെ നോക്കി, ഒന്നും ആയില്ല, പിന്നെ ഇട്ടിരിക്കും. 24 വേവണം. ഇവിടെ ഇട്ടുന്നുണ്ടോ? വേവണം. നമ്മൾ വേവും. അതുകൊണ്ട് അധമന്മാരൊന്നും അല്ല, അറിഞ്ഞൂടാത്തവരൊന്നും അല്ല. നമുക്കറിഞ്ഞൂടാ, കർത്താവിനെല്ലാവരും അറിയാം. കർത്താവിനറിയാം ആരെ വച്ച് എവിടെ അടിച്ചാൽ യവൻ ശരിയായോന്ന് അറിയാൻ പറ്റും. ഇത് ടെസ്റ്റ് മാത്രമാണ്. പിന്നെ മെരുക്കാൻ വേണ്ടി വേറെ സാധനം വരും. ഇത് വെറും ടെസ്റ്റ്, കർത്താവിനെ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി. വഴിയെ പോകുന്നവരത്തിനെ കൊണ്ട് ഒരടി അടിപ്പിക്കും. ഇപ്പൊ നമ്മൾ സ്തോത്രം പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ടോ, കല്ലെടുത്ത് അവനെ എറിയുന്നുണ്ടോ, ഇത് നോക്കുക. കർത്താവിന് ഒറ്റ സെക്കൻഡ് കൊണ്ട് അറിയാം. ശരി, ഓക്കെ, വാ. മനസ്സിലാണ്ടോ? എല്ലാം മനസ്സിലായി. നല്ല ദൈവമക്കളാണ് നമുക്കുള്ളത്, കുറച്ചേ ഉള്ളൂന്നേ ഉള്ളൂ. വൈകി അടിയന്തരങ്ങളിൽ കോമാളികളായ വഷളന്മാരെ പോലെ അവരെനിക്കെതിരെ പല്ല് കടിച്ചു. ഇത് ഭയങ്കര വാക്യമാണ്. എന്ന് പറഞ്ഞാൽ തമാശക്കാര് വെറുതെ പല്ല് കടിച്ചൊക്കെ കാണിക്കൂലേ, അതുപോലെ ഒറിജിനലായിട്ട് അവർ പല്ല് കടിച്ച് കാണിക്കും. വാസ്തവത്തിൽ ഇവർ ഒറിജിനലായിട്ടൊന്നും കടിക്കുന്നതല്ല, കർത്താവ് അവനെ ഏൽപ്പിച്ചിട്ട് കടിച്ച് കാണിക്കുന്നതേ ഉള്ളൂ. കാരണം ഇതിന്റെ ഫൈനൽ എൻഡിൽ പോയി നമ്മൾ നോക്കിയാൽ ഭയങ്കര രസമാണ്. കർട്ടന്റെ പിറകിൽ വരണം അല്ലേ. ബാലുവൊക്കെ ഷൂട്ടിങ്ങും പരിപാടിയൊക്കെ നടത്തുന്ന ആൾക്കാരാണ്. TV കണ്ടവരെന്ന് ചിരിക്കും. കാര്യം ഈ സാധനമല്ല അവിടെ കാണുന്നത്. കർട്ടന്റെ ബാക്കിൽ ഇവരുടെ ഇവിടെ എല്ലാം കൂടെ ഇങ്ങനെ വെച്ച് ലൈറ്റ് അത്യാവശ്യ സ്ഥലത്ത് ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്തൊക്കെയാണ് സംഭവം ഒപ്പിച്ച് കാണിക്കുന്നത്. സംഭവം വെളി വരുമ്പോൾ നമ്മൾ ഞെട്ടി കാണും. ബാക്ക്ഗ്രൗണ്ട് കളി വേറെയാണ്. അതുപോലെ ഇവിടെ നമ്മളെ പല്ല് കടിക്കാൻ ആളിങ്ങനെ പല്ല് കടിക്കുകയാണ്. കർത്താവ് വേറെ ആളിനെ വെച്ച് അവനെ കൊണ്ട് ചുമ്മാ കടിപ്പിക്കുകയാണ്. ഇവൻ ഇങ്ങനെ കടിക്കുകയാണ്. ദൈവമക്കളെ, നമ്മളെ ഓരോ ദിവസവും കർത്താവ് പരീക്ഷിക്കും. ഓരോ സെക്കൻഡിലും കർത്താവ് പരീക്ഷിക്കും. നമ്മൾ വിചാരിക്കുന്നത് നമ്മളെതിരെ പല്ല് കടിക്കാൻ വരുന്നവനെ കർത്താവ് കാണും. നിങ്ങളൊന്ന് കർത്താവിന് മേളിൽ നോക്കി നോക്കിയേ, കർത്താവ് എല്ലാം കാണുകയാണ്. ഞാൻ അങ്ങനെ ഡീസൻ്റ് ആയിരിക്കുമ്പോൾ അരുണിനെ പറഞ്ഞു വിടുകയാണ്, ചെന്നൊരു ചൊറി ചുമ്മാ നിന്ന് അരുണാണ്. അരുണ വന്നിട്ട് എന്തായി അല്ലേ. അപ്പൊ ഞാൻ അരുണിനോട് പ്രാർത്ഥിക്കും, കർത്താവേ ഇവൻ എന്തിനാണ് വന്ന് ശല്യം ചെയ്തത്. അപ്പൊ കർത്താവ് ചിരിക്കുക, ഞാനാണ് പറഞ്ഞു വിട്ടത്, നീ ശരിയായെന്നറിയാം, ഒരു ചൊറിയാണ് കണ്ട. ഇപ്പൊ ക്ലിക്കില്ല. ഇതാണ് സംഭവം. കർത്താവ് ഏർപ്പാടിയതാണ് വരുതി. അതാണ് ദാവീദിനെ പ്രാകാൻ ഒരുത്തുനിന്ന് ഭയങ്കര പ്രാകലാണ്. അപ്പൊ കൂടെ നിൽക്കാൻ പറഞ്ഞ തട്ടിക്കട്ടെ, അയ്യോ കർത്താവാണ് അവനെ ഡ്യൂട്ടി കിട്ടിരിക്കുന്നതാണ്, ഒന്നും ചെയ്യില്ലേ. അതാണ് അറിവ്. ഞാനായിരുന്നെങ്കിൽ രാജാവ് അവനെപ്പോ കൊന്നിട്ട് അവനെ കൊന്നാൽ നമ്മൾ ആരുടെ സ്റ്റാഫിനെയാണ് കൊല്ലുന്നത്? കർത്താവിന്റെ സ്റ്റാഫ്. കർത്താവ് ഡ്യൂട്ടിക്ക് ആക്കിയിരിക്കുന്നത് നമ്മൾ കുത്തി കൊന്നിട്ട് പോയാ ഇപ്പൊ പിടിയാ. സിമ്പിളാണ് സാധനം. ഇരുന്ന് വായിച്ചാൽ മനസ്സിലാക്കത്തക്കതേ ഉള്ളൂ. നമ്മളെല്ലാം മാനസാന്തരപ്പെടണം. ഓരോ ദിവസവും കഴിയുമ്പോൾ ഗൗരവമേറിയ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഉണ്ടായില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. സ്തോത്രം. അടുത്ത വാക്യം വായിക്കി.
കർത്താവെ നീ എത്രത്തോളം നോക്കിക്കൊണ്ടിരിക്കും? എത്രത്തോളം ഇരിക്കും കർത്താവേ? അപ്പൊ കർത്താവിന്റെ തിരിച്ചു ചോദ്യം, നീ എത്രത്തോളം ഈ കിടന്ന് ചാടും? ഓരോ പരീക്ഷ ജയിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നല്ലോ. നമ്മൾ കർത്താവിനെ ചോദിക്കുക, കർത്താവേ ഈ 10ാം ക്ലാസ്സിൽ ഞാൻ എത്ര പ്രാവശ്യം പഠിക്കണം? കർത്താവ് എഴുതി ജയിച്ചു വാ അല്ലേ? അവിടെ ഇരുന്ന് വേളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, എഴുത് ജയിച്ചു വാ, അടുത്ത ക്ലാസ്സിലാക്കാം. ഇതെത്രത്തോളം? ഇത് മരണം വരെ അല്ലേ? ഓരോ ടെസ്റ്റ് ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് മരണം വരെ പോകും. നമ്മളാരും സുമാറായെന്ന് വിചാരിക്കണ്ട, ടെസ്റ്റ് എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കും. ഈ ചിലർ തിരിച്ച് കലിപ്പുണ്ടാക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. എനിക്കൊക്കെ അങ്ങനെ സ്വഭാവം ഉണ്ടായിരുന്നു, തിരിച്ച് കളിച്ചിട്ടേ പോകത്തുള്ളൂ ഞാൻ. പക്ഷെ ഇപ്പം എനിക്ക് അതൊക്കെ മാറി. അപ്പം ഇനി ആരെങ്കിലും എന്നെ ചൊറിഞ്ഞാലും എനിക്ക് അറിയാൻ പോലും പറ്റൂല, കാരണം നമ്മൾ അതിൻ്റെ മേളിൽ പോയി. മനസ്സിലായോ? അതിൻ്റെ മേളിൽ പോയി. അപ്പം ആരെങ്കിലും ചൊറിഞ്ഞാലൊന്നും നമ്മൾ കാണ്ടാമരത്തിൻ്റെ തൊലിയായി, അത് ഏക്കത്തില്ല. നമ്മൾ അടുത്ത ലെവലിൽ പോയി. മനസ്സിലായോ? അങ്ങനെ ലെവൽ കയറി പോകണം. ആത്മീയതയിൽ നമ്മൾ കയറി പോകണം. അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മളെ എന്ത് പറയുന്നത് നമുക്ക് ഒന്നും കേൾക്കുകയല്ല. ആരും പറയാം എന്ത് പറയും, ഇതൊന്നും നമ്മളെ ബാധിക്കുകയല്ല. കാരണം നമ്മൾ ആത്മീകരാവും, നമ്മൾ അറിയാതെ ആത്മീകരാവും. നമ്മുടെ ജഡത്തിലെ പാപങ്ങൾ കൊല്ലപ്പെടും, നമ്മൾ ദൈവകൃപയിലാവും. അങ്ങനെ ഡേ ബൈ ഡേ വി ഹാവ് ടു ഇൻക്രീസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് അവർ സ്പിരിച്വൽ ലൈഫ്. അത് കയറി പോകണം. നമ്മളാണെങ്കിൽ ഒരു പടി മേളിൽ കയറി 4 പടി താഴെ ഇറങ്ങും അല്ലേ? എല്ലാവർക്കും പിടികിട്ടി? മരുന്ന് ആഴ്ച ടെസ്റ്റുകളെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, പരീക്ഷകളെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, വിജയിക്കാൻ തീരുമാനിക്കുക. പരീക്ഷാ ഹാളിൽ എന്ന പോലെ ജീവിതത്തിൽ പെരുമാറി നോക്കിയേ. പരീക്ഷാ ഹാളിൽ എന്ന പോലെ ലൈഫിൽ പെരുമാറി നോക്കിയേ, നമ്മൾ വിജയിച്ചിരിക്കും. യു ഗോട്ട് ദ പോയിന്റ്. ഓക്കെ, അടുത്ത വാക്യം എടുക്കുക. അവരുടെ നാശത്തിൽ നിന്ന് എന്റെ പ്രാണനെയും ബാലസിംഹങ്ങളുടെ വശത്തു നിന്ന് എന്റെ ജീവനെയും വിടുവിക്കണമേ. ഞാൻ മഹാസഭയിൽ നിനക്ക് സ്തോത്രം ചെയ്യും. ഇതൊക്കെ ചെയ്യുമെങ്കിൽ ഞാൻ മഹാസഭയിൽ സാക്ഷി പറയാൻ കർത്താവേ. എൻ്റെ അടുത്ത് ചിലർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പള്ളിയിൽ വരും സാക്ഷി പറയാൻ. ഇവിടെ എന്ത് സാക്ഷി പറയാൻ അല്ലേ? എല്ലാം വലിയ സാക്ഷി പറയാന്ന് പറയും. ഞാൻ സാക്ഷി പറയാം, നല്ലതാ അല്ലേ? എന്നെ ഇങ്ങനെ ആക്കി തന്നാൽ അങ്ങനെ ആക്കാന്നൊന്നും പറഞ്ഞാൽ കർത്താവ് വീഴുന്ന കേസൊന്നും അല്ല. കർത്താവ് മനുഷ്യനെ പോലെ അല്ല, അത് നിങ്ങൾ അറിയണം അല്ലേ? ഇപ്പൊ നിങ്ങൾ ഒരാൾ പറയാ, കർത്താവ് പാസ്റ്ററെ ഈ രോഗം മാറുകയാണെങ്കിൽ ഞാൻ പാസ്റ്റർക്ക് കാർ വാങ്ങിച്ചു തരാം. ഞാൻ തച്ചിട്ടിരുന്ന് പ്രാർത്ഥിക്കും. കാർ കിട്ടുന്ന കേസല്ലേ അല്ലേ? അപ്പൊ ഞാൻ മോഹം ഗർഭം ധരിച്ച് പാപം പെരുത്തിട്ട് മരണത്തിന് നിന്നിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ നിങ്ങൾ സുഖാവുക എൻ്റെ വിഷയമേ അല്ല. കാർ വാങ്ങിച്ചിരുന്നെങ്കിൽ പ്രാർത്ഥിക്കാം. കിട്ടിയോ നിങ്ങൾക്ക്? ഇതെല്ലാം തിരിച്ച് മറിച്ചു വിട്ടൊക്കെ നോക്കി, സ്കാൻ ചെയ്തൊക്കെ നോക്കി. അതാണ് ഇതിന്റെ പ്രശ്നം. അവൻ്റെ കണ്ണ് തൃക്കണ്ണാണ്, പിന്നെ എന്താ പറയാ, അസ്ഥിജ്വാലയ്ക്ക് അകത്തൊക്കെ പോകുമെന്നൊക്കെ പറയുന്നില്ലേ? സംഭവം ഇതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കും പോലെ കഥ നടക്കാത്തത്. കർത്താവിന് ഇതെല്ലാം അറിയാന്നുള്ളതുകൊണ്ടാ അല്ലേ? കർത്താവ് ഓരോ ജാറിലും ഇട്ട് സെപ്പറേറ്റ് അടിക്കും, ഓരോ അരിപ്പിലും ഇട്ട് സെപ്പറേറ്റ് ഫിൽട്ടർ ചെയ്യും. നമ്മൾ മര്യാദക്ക് ഇതിനകത്തൂടെ കയറി ഇറങ്ങി വന്നാൽ നമ്മൾ ശരിയാവും. നമുക്ക് എല്ലാവർക്കും ശരിയാവാൻ പറ്റും. അതിനാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. അതിനാണ് കർത്താവ് നമുക്ക് എല്ലാ കൃപയും തന്നിരിക്കുന്നത്. നമുക്ക് ജയിക്കാൻ കഴിയും. സ്തോത്രം. ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ മഹാസഭയിൽ നിനക്ക് സ്തോത്രം ചെയ്യും. ബഹുജനത്തിന്റെ മധ്യ ഞാൻ നിന്നെ സ്തുതിക്കും. കർത്താവിനെ ഇവിടെ സ്തുതിക്കുകയല്ല ഉദ്ദേശം, നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇവിടെ നമ്മളാരും സ്തുതിക്കേണ്ട കാര്യം. നിങ്ങളത് കുറച്ചുകൂടെ ടോപ്പിൽ കയറി ആലോചിച്ച്, കെരൂബുകളും സറാഫുകളും ഒക്കെ ആരാധിക്കുന്ന പരിശുദ്ധനെ നമ്മൾ 2 പാട്ട് പാടി കൈയൊക്കെ ഇങ്ങനെ ആക്കി കാണിച്ചു കൊടുത്തിട്ട് എന്ത് കിട്ടാനാ? മനസ്സിലാകുന്നുണ്ടോ? എന്ത് കിട്ടാനായി? അപ്പോഴാണ് നമ്മൾ പറയുന്നത്, കർത്താവേ ഞാൻ സാക്ഷി പറയാം, എനിക്ക് സുഖം തന്നാൽ. വേണമെങ്കിൽ പറഞ്ഞാൽ മതി. കർത്താവിന് വില എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് മഹിമ വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ആ രക്ഷിക്കപ്പെട്ട ടീമിനെയും കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഒരാൾ കൂടി അതിലുണ്ടെങ്കിൽ കർത്താവിന് സന്തോഷമാണ്. കാരണം ഞാൻ എടുത്ത റിസ്കിന് ഫലം ഉണ്ടായി. സ്വർഗത്തിലെ ദൂതന്മാർ കാണുമ്പോൾ എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ താഴോട്ടിറങ്ങി പോയതെന്ന് ദൂതന്മാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോയാൽ നടക്കാത്ത എന്ത് സാധനമാണ് ഇങ്ങനെ ചെയ്തിട്ട് നടക്കാൻ പോകുന്നതെന്ന് കാണാൻ ദൂതന്മാരിരിക്കുക അവിടെ. ദൂതന്മാരെ കൊണ്ട് കഴിയാത്തതിനെ ചെയ്യാനാണ് കർത്താവ് തന്നെ ഇറങ്ങി വന്നത്. തിരിച്ച് കർത്താവ് മേളിൽ ചെല്ലുമ്പോൾ നമ്മൾ കൂടെ വേണം. കൂടെ ഇല്ലെങ്കിൽ അത് കർത്താവിന് ഒരല്പം മാന്യത കുറവാണ്. അതാണ് അവിടെ കൊണ്ട് നിർത്തുമ്പോൾ തന്നോളം തേജസ്സായിട്ട് നിർത്തണം. അതിനുവേണ്ടിയാണ് നമുക്ക് വേണ്ടി കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കാര്യഗൗരവമായി മനസ്സിലാക്കണം. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുന്നില്ലെങ്കിൽ
അത് കർത്താവിനൊരു ബലഹീനതയാണ്, കർത്താവിനൊരു പ്രയാസമാണ്. നമ്മൾ ഇവിടെ സ്തുതിക്കുകയോ പാടുകയോ ഇച്ചിരി പൈസ ചിലവാക്കുന്ന ഒന്നും അല്ല കാര്യം. നമ്മൾ അവിടെ ചെല്ലുന്നതിലാണ് കാര്യം. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കർത്താവിൻ്റെ കൂടെ തേജസ്സോടുകൂടി നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ അത് കർത്താവിനൊരു മഹത്വം തന്നെയാണ്. കർത്താവിന് കയറി വരുമ്പോൾ ഒരു ക്രെഡിറ്റ് ആണ് അല്ലേ? കർത്താവിനൊരു ഇതാണ്, കർത്താവിനൊരു സന്തോഷമാണ്. നമ്മൾ കാരണം കർത്താവിന് ആ സന്തോഷം ഉണ്ടാവണം. അതുകൊണ്ട് ഈ ലോകത്തെ നമുക്ക് ജയിക്കണം, നമുക്ക് ആ ഭാഗ്യനാട്ടിൽ പോകാൻ കഴിയണം. നമ്മൾ എത്രത്തോളം കർത്താവ് കാത്തിരിക്കുമെന്ന് വെച്ചാൽ കർത്താവ് അതുവരെ കാത്തിരിക്കും, നമ്മളവിടെ ചെന്നെത്തുന്നത് വരെ. പ്രൈസ് ദി ലോർഡ്. നമ്മളവിടെ കൊണ്ടുചെന്ന മാന്യതയുടെ വസ്ത്രം ധരിപ്പിക്കാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മളെ ഇവിടെ മാനിക്കുന്നതിനേക്കാൾ അധികം അക്കരെ നാട്ടിൽ മാനിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അത് നിലനിൽക്കുന്ന മാന്യതയാണ്. അത് നമുക്കുണ്ടാകണം, ആ അനുഗ്രഹം നമുക്കുണ്ടാകണം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.